ഇവർ കണ്ടു ഗെയിം നൈറ്റ്, ഇവർ കണ്ടതോ ഡേറ്റ് നൈറ്റ്. ഈ ചങ്കുകൾ കണ്ടതോ അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. നായരമ്പലത്ത് കടൽക്ഷോഭം രൂക്ഷം. നായരമ്പലം 12-ാം വാർഡിൽ കടൽക്ഷോഭത്തെ തുടർന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി പരിസരം വെള്ളത്തിൽ മുങ്ങി. വീടുകളിൽ വെള്ളം കയറി. ജിയോ ബാഗ് ഉൾപ്പെടെയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ തകർന്നുപോയി. തീരദേശ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. ശ്രീ ബാലമുരുക ക്ഷേത്രത്തിന്റെ പരിസരത്തെ ജിയോ ബാഗ് തകർന്ന് അടുത്തുള്ള വീടുകളിൽ വെള്ളം കയറി. കാലാകാലങ്ങളിൽ കടൽഭിത്തി അറ്റകുറ്റപ്പണി ചെയ്യാത്തതാണ് കടൽഭിത്തി തകരാൻ കാരണം. ജിയോ ബാഗ് വെച്ചതുകൊണ്ടോ ജിയോ ട്യൂബ് വെച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെല്ലാനം മോഡൽ ടെട്രോപാഡ് നിർമ്മിക്കൽ മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്തിന്റെ മണൽവാട നിർമ്മാണം നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോണോ മാസ്റ്റർ, പ്രസിഡന്റ് നീതു വിനോദ്, വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ്, വാർഡ് മെമ്പർ സിജി സിസി, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കടലാക്രമണ പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇത് നായരമ്പലം തീരദേശമാണ്. 12-ാം വാർഡ് പുത്തങ്കടപ്പുറം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഭാഗം എന്ന് വെച്ചാൽ ഏതാണ്ട് 3.5 കിലോമീറ്റർ വരുന്ന കടൽ ഭിത്തി കഴിഞ്ഞ സുനാമി തുടങ്ങി ഇങ്ങോട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറായി വരുന്നത് 2021-ലാണ്. 2021 മെയ് 13 തുടങ്ങി ടൗട്ടോ വിഷയമായി. അപ്പോൾ ഈ ജിയോ ബാഗ് അടക്കമുള്ള പ്രവൃത്തി അന്ന് ചെയ്തിട്ട് ടൗട്ടോയ്ക്ക് ശേഷം അത് മുഴുവൻ തകർന്നു പോയി. അതിനുശേഷം വീണ്ടും ഇറിഗേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഭാഗത്തായിട്ട് വാർഡിൻ്റെ പല ഭാഗത്തായിട്ട് ഈ ജിയോ ബാഗുകൾ സ്ഥാപിക്കേണ്ടായി. പക്ഷേ ഈ ജിയോ ബാഗുകൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുന്നത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വന്ന് ഈ ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന ഹോട്ട്സ്പോട്ടുകളിലൊക്കെ തന്നെ ജിയോ ബാഗിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പോകും. പക്ഷേ ഈ എസ്റ്റിമേറ്റ് പാസ്സായി വരുന്നത് ഈ മൺസൂൺ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് ഇപ്പോൾ ജിയോ ബാഗിൻ്റെ പ്രവർത്തനം ഈ കടപ്പുറത്തിൻ്റെ അറ്റത്ത് ബാലമുരുക ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ജിയോ ബാഗിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇത് തുടങ്ങുമ്പോൾ തന്നെ മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പണി പൂർത്തീകരിക്കപ്പെടാതെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വീണ്ടും വെള്ളം കയറി വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജിയോ ബാഗ് വെച്ചിട്ട് അതും സേഫ്റ്റി അല്ല. ഒന്നില്ലെങ്കിൽ കരിങ്കല്ല് ഇട്ട് സേഫ്റ്റി ചെയ്യുക, അല്ലെങ്കിൽ മെട്രോപോഡ് ചെയ്യാനുള്ള സംവിധാനം സർക്കാരും പഞ്ചായത്തും കൂടെ ശ്രമിച്ചിട്ട് മെമ്പറോടും എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് ചെയ്യുക. അല്ലാണ്ട് ഞങ്ങളുടെ പോലുള്ള ആൾക്കാർക്ക്, ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി താമസിക്കാൻ വേറെ വീട് സർക്കാർ എടുത്തു തരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ എല്ലാ കൊല്ലം ഞങ്ങൾ അത് മത്സ്യഗ്രാമമാണ്. ന്യൂസ് ബ്യൂറോ, നായരമ്പലം.